ഹായ്, എൻ്റെ പേര് മുകൾ. ഞാൻ അബുദാബിയിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ ജോലി പോയിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇവിടെ നാട്ടിലൊരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. ഇതെൻ്റെ ഒരു പാഷൻ ആണ്, സൈഡായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പെറ്റ്സിനോടുള്ളൊരു ക്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടുണ്ട്, സ്കൂൾ ടൈം തൊട്ടേ ഉണ്ട്. മുമ്പ് അക്വേറിയം ഫിഷസിലായിരുന്നു, പിന്നെ ഡോഗ്സ്, അങ്ങനെ ബേഡ്സും അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കേജൊന്നും ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാത്തതിൻ്റെ പേരിൽ ഇപ്പോഴാണ് ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് സ്റ്റഡി ചെയ്തതിൻ്റെ പിന്നാലെ ഒന്ന് ഇറങ്ങിയത്. ഞാൻ ആദ്യം തുടങ്ങിയത് സ്മോൾ സ്പീഷീസിലാണ്. ജാവ ഫിഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ജാവ സ്പെരോ ഉണ്ട്, അതിലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നെ കോക്ടൈൽസ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് അതിൻ്റെ ബ്രീഡിങ് നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് പഠിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ സ്മോൾ കൊണിയൂർസിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. കൊണിയൂർസാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, സ്മോൾ കൊണിയൂസും ഉണ്ട്, ബിഗ് കൊണിയൂസും ഉണ്ട്. ഇതിൽ ഈ സൈഡ് വരുന്നതൊക്കെ സ്മോൾ കൊണിയൂസാണ്. ഗ്രീൻ ചീക്ക്, യെല്ലോ ഷെയ്ഡ്, പൈനാപ്പിൾ കൊണിയൂസ്. പിന്നെ ബ്ലൂ സീരീസിൽ വരുമ്പോൾ ബ്ലൂ ഗ്രീൻ ചീക്ക് ഉണ്ട്, ബ്ലൂ യെല്ലോ ഷെയ്ഡ് ഉണ്ട്, ബ്ലൂ സിനമിൻ, ബ്ലൂ പൈനാപ്പിൾ, അങ്ങനെയുള്ള ബേഡ്സുകളുണ്ട്. ബിഗ് കൊണിയൂസ് വരുമ്പോൾ സൺ കൊണിയൂർ, ഗ്രാൻഡിയ കൊണിയൂർ, അതൊക്കെയാണ് വലുതിൽ വരുന്നത്. പിന്നെ ഇത് അമേരിക്കൻ ഡൈല്യൂട്ട്സ് ആയിട്ടുള്ള സൺ ചീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഇപ്പോൾ ഇത് തന്നെ ഒരു ബ്രീഡിങ് ബോക്സുകൾ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്താണ് ഇവർ ബ്രീഡ് ചെയ്യുക. ഇയർലി ഒരു 3 ക്ലച്ചൊക്കെ കിട്ടും, 5 to 6 eggs ഒക്കെ ചെയ്യും. ഒരു കുഴപ്പമില്ലാത്തൊരു 5 കുഞ്ഞുങ്ങളെയും ചിലപ്പോൾ കിട്ടാറുണ്ട്. പിന്നെ ഇത് വരുന്നത് നോർമൽ, ഇതാണ് കൊണിയൂർസിലെ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞ ഒരു ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടും ആയിട്ടുള്ളൊരു ബേഡാണ്. ഗ്രീൻ ചീക്ക് കൊണിയൂർ എന്ന് പറയും. അപ്പോൾ ഇതിൽ പെയറും ഉണ്ട്, 3 കുട്ടികൾ ഇപ്പോൾ നെസ്റ്റ് ഔട്ട് ആയതും ആണ് ഇരിക്കുന്നത്. ചിക്സിന് ഒരു 3 months ആകുമ്പോൾ ഇവർ സെൽഫീറ്റായിട്ട് തുടങ്ങും. സെൽഫായി ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് മാറ്റാം. അങ്ങനെ ഇത് പൈനാപ്പിൾ കൊണിയൂറാണ്, സ്മോൾ കൊണിയൂർസിൽ പറഞ്ഞ തന്നെ അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ളൊരു ബേഡാണത്. ഇത് ബ്ലൂ ഗ്രീൻ ചിക്കാണ്, ബ്ലൂ സീരീസിൽ വരുന്നൊരു ബേഡാണ്. ഇത് മെയിലാണ് ബ്ലൂ ഗ്രീൻ ചിക്ക്, ഫീമെയില് ബ്ലൂ സിനമിനാണ്, ഇൻക്യുബേഷനിലാണ് ഇപ്പോൾ ബോക്സിൻ്റെ അകത്താണ്. ഇത് സൺ കൊണിയൂറാണ്, സൺ കൊണിയൂറിൻ്റെ ഒരു പെയറാണ്. ടേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡ് ഫീഡിങ് സ്റ്റേജിലായിരിക്കുമ്പോൾ തന്നെ എടുത്തിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേം ചെയ്ത് യൂസ് ചെയ്യാം. ടേം ചെയ്ത് നല്ലൊരു പെറ്റായിട്ട് കീപ്പ് ചെയ്യാം. ഇത് ക്രിംസൺ ബില്ലി കൊണിയൂറാണ്, ബ്രസീലിലൊക്കെ കണ്ടുവരുന്നൊരു ബേഡാണ്. അത്യാവശ്യം റേറ്റും ഉണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ടേം ചെയ്ത് നന്നായിട്ട് ടേംഡ് ആവുന്ന ഒരു ബേഡാണ്. അതിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. അതിൻ്റെ ചെസ്റ്റിലൊരു ക്രിംസൺ കളർ വരും, അതുകൊണ്ടാണ് അതിനെ ക്രിംസൺ ബില്ലി എന്ന് പറയുന്നത്. ഇത് സൺ കൊണിയൂർ തന്നെയാണ്, ബ്രീഡിംഗ് പെയറുകളാണ്. സൺ കൊണിയൂർ അത്യാവശ്യം ഡിമാൻഡുള്ളൊരു ബേഡ്. ഇതും സൺ കൊണിയൂറിൻ്റെ ചിക്സുകളാണ്. പെയർ ചെയ്ത് DNA വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതിന് DNA സാമ്പിൾസ് വിട്ടിട്ടുണ്ട്. നമുക്കിത് മെയിൽ ഫീമെയിൽ കൺഫേം പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഫെദർ സാമ്പിൾസ് നമ്മൾ ലാബിലേക്ക് അയച്ചിട്ടാണ് അതിൻ്റെ മെയിൽ ഫീമെയിൽ കൺഫേം ആയിട്ട്. ഇതൊരു 7 to 8 months ചിക്സിൽ ഒരു ഫുൾ ഗ്രീൻ ആയിരിക്കും. പിന്നെ ഒരു 1 year ആകുമ്പോഴാണ് ഇതുപോലെ ഫുൾ യെല്ലോ വരുള്ളൂ. ഈ യെല്ലോ മാറി ഗ്രീൻ മാറി യെല്ലോ ആവുന്നത്. സ്മോൾ കൊണിയൂർസിൽ പെട്ടത് തന്നെയാണ്. ബ്ലൂ ഗ്രീൻ ചിക്കും ഫീമെയിലും മെയിലും ബ്ലൂ ഗ്രീൻ ചിക്ക് തന്നെയാണ്, അങ്ങനെ ഒരു പെയറാണ്. അപ്പോൾ ഒരു അഡൽട്ട് സ്റ്റേജ് ആയിട്ടില്ല, ഒരു 7 to 8 months ആയിട്ടുള്ളൂ. ബ്രീഡിങ് ഒരു 1 year കഴിയുമ്പോഴാണ്. 8 months കഴിഞ്ഞാൽ ഒരു അഡൽട്ട് ആവും, പക്ഷെ ഒരു 1 year കഴിഞ്ഞിട്ട് ബ്രീഡ് കഴിക്കാനാണ് എപ്പോഴും നല്ലത്. ഇത് സൺ ചീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. സൗത്ത് അമേരിക്കൻ ബേഡുകളാണ് ഇതൊക്കെ. ഇപ്പോൾ 1 year ആയി, ബ്രീഡായിട്ടുണ്ട്. ഇതിൻ്റെ ചിക്സ് ഇതിലുണ്ട്. ഇതാണ് സൺ ചീക്കിൻ്റെ ബേബീസാണ്. ഇതൊരു 12 days അല്ലെങ്കിൽ 14 days ആകുമ്പോൾ ഇതിൻ്റെ കാലുമ റിങ്, ക്ലോസ് റിങ് ഇടും. അത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ പിന്നെ അത് എടുക്കാൻ കിട്ടില്ല. അഡൽട്ട് ബേഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 year ആയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി അവർ അതിൻ്റെ അനുസരിച്ച് മീറ്റിങ് കാര്യങ്ങൾ, ഇപ്പോൾ മഴക്കാലം അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൊരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. ബിഗ് സ്പീഷീസിൽ തന്നെയുള്ള ജാൻഡിയ കൊന്യൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊന്യൂറാണ്, റെഡ് ഫാക്ടറാണ്. ഇതിപ്പോൾ എഗ് ചെയ്ത് ഇരിക്കുകയാണ്. ഇതാണ് ആ ബേഡ്. ഇത് അമേരിക്കൻ
സ്പീഷീസ് തന്നെയാണ്, അമേരിക്കൻ ഒറിജിൻ തന്നെയാണ്. ബ്ലൂ ഗ്രീൻ ചിക്കും ബ്ലൂ സിനമിനായിട്ട് ഒരു പെയറാണ്. ഇതിൽ ഫീമെയിലും ഇതുപോലെ തന്നെ ഇൻക്യുബേഷനിലാണ്. അതിന് ഇന്നലെ തൊട്ടത് ഹാച്ച് ആയിട്ടുണ്ട്. ഇതാണ് ഒരു ബേർഡിൻ്റെ ഐഡൻറ്റിറ്റി, ലെഗ് ബാൻഡ് എന്ന് പറയും. ഇതിലവരെ ഒരു ആൽഫബറ്റും നമ്പറും ഉണ്ടാവും, അതായിരിക്കും അവരെ പേര് വരിക. ഇത് DNA സാമ്പിൾസ് അയക്കുന്ന പൗച്ചാണ്. കൊണിയൂർസിൻ്റെ കേസിൽ ഇതിന് മെയിൽ ഫീമെയിൽ നമുക്ക് വിഷ്വലി പറയാൻ പറ്റില്ല. DNA സെക്സിങ്ങിലൂടെ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഫെദർ സാമ്പിൾസിലൂടെയാണ് നമ്മൾ DNA എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എഗ് ഷെൽസിലൂടെ എടുക്കാം, അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾസിനായിട്ട് അയച്ചു കൊടുത്താലും കിട്ടും. നോർമലി നമ്മൾ ഫെദർ ഉപയോഗിച്ചിട്ടാണ് DNA എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും പ്ലക്ക് ചെയ്യുക, ഇതിൻ്റെ അറ്റത്ത് ബ്ലഡ് സാമ്പിൾസ് കിട്ടുന്നവർക്ക് അങ്ങനെ വെച്ചിട്ടാണ് അതിൻ്റെ DNA എടുക്കുന്നത്. ഈ ഫെദർ പൂനെയിലുള്ള ഒരു ലാബിലേക്കാണ് അയക്കുന്നത്, ഗ്ലോറിയസ് എക്സോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പോസ്റ്റൽ അയച്ചു കഴിഞ്ഞാൽ 3 to 4 days അവിടെ കിട്ടാനായിട്ട് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവർ PDF ഫോർമാറ്റിൽ അതിൻ്റെ റിസൾട്ട് അയച്ചു തരും. പിന്നെ ഒരു 1 week കഴിയുമ്പോൾ അതിൻ്റെ കാർഡ് പോസ്റ്റലായിട്ട് അയച്ചു തരും. കാർഡായിട്ടാണ് വരിക. റിങ്ങിൽ ബ്രീഡറുടെ പേരുണ്ടാവും, നമ്പർ ഉണ്ടാവും. ചിലവർ നമ്പർ മീൻസ് ഏതെങ്കിലും ഇയർ കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സും പിന്നെ ഒരു 1 to 1000 ഏതെങ്കിലും ഒരു നമ്പറും ഉണ്ടാവും. ഇത് എക്സോട്ടിക് ഫിഞ്ചസിൽ വരുന്ന ഒരു സ്പീഷീസാണ്, ഔൾ ഫിഞ്ച് എന്ന് പറയും. അതിൻ്റെ ഒരു ഔളിൻ്റെ ഒരു ഫേസ് ഒക്കെയാണ് അതിന് വരുന്നത്, അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ഇത് ജാവാസ്പേരോ. ഇതിലിപ്പോൾ 2 കളറ് ഉള്ളത്, ഫോൺ കളറുണ്ട്, നോർമൽ ഗ്രേ കളറും ഉണ്ട്. ഇത് ഡയമണ്ട് ഡോവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേർഡാണ്. പ്രാവ് വെറൈറ്റി പെട്ടതാണ്, പക്ഷേ ആളെ ഗ്രോത്ത് ഇത്ര ഉണ്ടാവുള്ളൂ, ചെറിയൊരു ബേർഡാണ്. ഞാൻ ഏവിയറിയിൽ താഴെ വീണ സീഡ്സ് കഴിക്കാനൊക്കെ വേണ്ടി ഒന്ന് എടുത്തതാണ്. ഈ പറഞ്ഞ ഡയമണ്ട് ഡോവിൻ്റെ എഗ്സ് ആണ്. അതിനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അയച്ചു വിട്ടപ്പോൾ പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു നെസ്റ്റാണ്. മെഡിസിനൊക്കെ വെക്കുന്ന ഇതിലാണ് പുള്ളി നെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നോർമലി ഇത് 2 eggs ആണ് ചെയ്യാറ്, 2 egg ചെയ്യും. അത് മെയിൽ ഫീമെയിലായിട്ട് കിട്ടാറുമുണ്ട്. ഒരു മെയിൽ ഒരു ഫീമെയിലായിരിക്കും അത്. ഇത് ഫിഞ്ചസ് വെറൈറ്റിയാണ്, ബംഗാളി സൊസൈറ്റി ഫിഞ്ചസ് എന്ന് പറയും. നോർമലി ബംഗാളി ഫിഞ്ചസ് എന്ന് പറയും. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വൈറ്റും ഫോൺ കളറുമാണ്. ഇതാണ് നോർമൽ ബംഗാളി ഫിഞ്ചസ് വരുന്നത്. തുടക്കം എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഫിഞ്ചസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 പെയർ ഫിഞ്ചസിലൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൊണിയൂർസ് തന്നെ ഒരു 20 പെയർ മേലുണ്ട്. ഫിഞ്ചസും കോക്ടെയിൽസ് ആഫ്രിക്കൻസൊക്കെ ആണെങ്കിൽ കുറച്ചുണ്ട്, വേറെ കറക്റ്റ് പറയാറായിട്ടില്ല. ഇത് ഹെഡ് ജോഗാണ്. ഈ സ്പൈൻസ് ഉണ്ട് ചെറുതായിട്ട്. ടേംഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വൈൽഡ് ആണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആൾ കുത്താനൊക്കെ ശ്രമിക്കും. നൈറ്റിലാണ് ഇവർ ആക്റ്റീവ്, പകൽ ഇതുപോലെ ഫുൾ ടൈം ഉറക്കമായിരിക്കും. ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മേടിക്കാനൊക്കെ ഉണ്ട്. ഇത് എക്സോട്ടിക് അനിമലാണ്, നമുക്ക് ലീഗലാണ്. ഇന്ത്യയിൽ ഇത് വളർത്താനും ബ്രീഡ് ചെയ്യിക്കാനും എല്ലാത്തിനും ലീഗലാണ്. നൈറ്റിലാണ് ഇവർ കൂടുതൽ ആക്റ്റീവ്, പകൽ ഉറക്കമായിരിക്കും. ഇത് ഷുഗർ ഗ്ലൈഡറാണ്. ഇപ്പോൾ അതിൻ്റെ 2 കുട്ടികളുണ്ട് അതിൻ്റെ കൂടെ. ശരിക്കും കങ്കാരു പോലത്തെ ഒരു ഇതൊക്കെയാണ്. അതിനൊരു പൗച്ചുണ്ട്, കുഞ്ഞുങ്ങളെ അതിലായിരിക്കും അവർ ഒരു ടൈം വരെ കീപ്പ് ചെയ്യുക. ഇപ്പോൾ സെൽഫ് ഈറ്റിംഗ് ആയി തുടങ്ങി. ഇത് സ്മോൾ കൊണിയൂർസിൽ പെട്ടത് തന്നെയാണ്. ഇവിടെ ആണ് ഇപ്പോൾ ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ട് ഇതിലിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1 year വരെ ഒരു ഇങ്ങനത്തെ വലിയ കേജുള്ള ഇടുക. അപ്പം എന്താ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് നല്ല കണ്ടീഷനായിരിക്കും, ഫെദർ ക്വാളിറ്റി ഉണ്ടാവും. ക്ലൈമറ്റായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ചെറിയ ബേഡ്സുകളൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി. അതിന് കുറച്ച് ടെമ്പറേച്ചർ വേണം. ഇനി കോൾഡ് ക്ലൈമറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് സിക്കാവാനും ചത്തുവാനൊക്കെ മോർട്ടാലിറ്റി റേറ്റ് നന്നായിട്ട് കൂടും. കൊണിയൂർസിന് ആ ഒരു ഇഷ്യൂ ഇല്ല, എന്നാലും ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം നമ്മൾ എപ്പോഴും. ബേഡ്സിനെ ബ്രീഡ് ചെയ്യിക്കുക, ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ അത് പക്ക ഒരു ബിസിനസ് മാത്രമായിട്ട് കാണരുത് ഒരിക്കലും. ഇത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, നല്ലൊരു സ്ട്രെസ് റിലീഫറാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ വരുമാനം
കിട്ടും ഡെഫിനറ്റ്ലി. അതിൻ്റെ ചിക്സിനെ സെയിൽ ചെയ്യുക, അതിനുള്ള സീഡിനുള്ളൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പുതിയ ബേഡ്സിന് നമുക്ക് ഇതിൻ്റെ ഒരു കളക്ഷൻ്റെ ഭാഗമായിട്ട് മേടിക്കാനും ബേഡ്സിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫിലും ഇത്രയും സ്ട്രെസ്സായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനത്തെ ഒരു പെറ്റ്സിനെ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തികച്ചും നല്ലൊരു അഭിപ്രായമാണ്, എൻ്റെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്.